അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറൻ മസീദൻ ഇലാ യൗമിദ്ദീൻ വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായും ഖിസറുൽ അമൽ അഥവാ ദുനിയാവിലെ നമ്മുടെ പൂതികൾ കുറക്കുക എന്ന വിഷയത്തെക്കുറിച്ചാണ് പ്രധാനമായും സംസാരിച്ചത്. 205-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അഫറഅയ്ത ഇൻ മത്തഅനാഹും സിനീൻ. ഒരുപാട് വർഷം അല്ലാഹു സുബ്ഹാനഹു വ തആല കാഫിറുകളായ ആളുകൾക്ക് ഈ ഭൂമിയിൽ നല്ല സൗകര്യത്തോടു കൂടി ജീവിക്കുവാനുള്ള അവസരം കൊടുത്തു എന്ന് പ്രവാചകരെ താങ്കൾ വിചാരിക്കുക. തുമ്മ ജാഅഹും മാ കാനൂ യുഅദൂൻ. ഒരുപാട് വർഷം നല്ല രൂപത്തിൽ ജീവിക്കാനുള്ള സൗഭാഗ്യം കിട്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വാഗ്ദാനം ചെയ്ത ആ മരണവും മരണത്തിനു ശേഷമുള്ള ആ ക്ലേശകരമായ ജീവിതവും അവരിലേക്ക് വരികയും ചെയ്താൽ മാ അഗ്ന അൻഹും മാ കാനൂ യുമത്തഊൻ. അവർ അത്രയും ആയുസ് ആസ്വദിച്ച കാര്യങ്ങളൊക്കെ എന്ത് ഉപകാരമാണ് അവർക്ക് ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ ചോദിക്കണം. അപ്പോൾ അതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിനോട് അവൻ്റെ കാഴ്ചപ്പാട് എന്തായിരിക്കണമെന്ന് ഇസ്ലാം വരച്ചു കാണിച്ചിരുന്നുണ്ട്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഷോൾഡറിൽ കൈ വെച്ചുകൊണ്ട് പറയാണ്, കുൻ ഫിദ് ദുനിയ കഅന്നക ഗരീബ് ഔ ആവിർ സബീൽ. നീ ഈ ദുനിയാവിൽ ഒരു പരിചയമില്ലാത്തവനെ പോലെ, അപരിചിതനെ പോലെ, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ നീ ജീവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇപ്പം നമ്മൾ ഒരു നാട്ടിലൂടെ സഞ്ചരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിലാണ് വിചാരിച്ചോളി, ബസ് സ്റ്റോപ്പിലാണ്. അപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിൽ നോക്കിയിട്ട് ഇതിൻ്റെ ഇരുത്തൊന്നും, ഇരിക്കണ കസേരൊന്നും ശരിയല്ല, ഇതിൻ്റെ ഷീറ്റ് ഇട്ടത് ശരിയായിട്ടില്ല, ഇതൊക്കെ ഒന്ന് നന്നാക്കണം എന്ന് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ബസ് സ്റ്റോപ്പിലെത്തി നമ്മൾ വിചാരിക്കോ? ഇല്ല. റസൂലുള്ളാഹി പറയാണ്, ആ ഒരു മനോഭാവമാണ് നിങ്ങൾക്ക് ദുനിയാവിനോട് വേണ്ടത്. നിങ്ങൾ പരലോകത്തേക്കുള്ളൊരു യാത്രയിലാണ്. ആ യാത്രക്ക് ഇടയിൽ നിങ്ങൾ ഇറങ്ങിയൊരു ഇടത്താവളമാണ് ദുനിയാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കുറേ ഉണ്ടാക്കണം എന്നുള്ള ചിന്ത അല്ല നിങ്ങളെ മനസ്സിൽ വേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാം. എന്നതിന് ശേഷം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് കേട്ടതിന് ശേഷം, ഈ ഹദീസ് ഉദ്ധരിച്ചതിനു ശേഷം അദ്ദേഹം പറഞ്ഞു വെക്കുന്ന വാക്കുകൾ, ഇദാ അസ്ബഹ്ത ഫലാ തൻതദിരിൽ മസാ. രാവിലെയായ വൈകുന്നേരത്തേക്ക് ബാക്കി ഉണ്ടാവുമെന്ന് നീ വിചാരിക്കരുത്, നീ ചിന്തിക്കരുത്. രാവിലെ നിൻ്റെ മനോഭാവം ഇന്നത്തെ വൈകുന്നേരം എനിക്ക് കിട്ടൂല എന്നാവണം. ഇദാ അംസൈത ഫലാ തൻതദിരി സ്വബാഹ. നീ വൈകുന്നേരത്തിലാണ് ഉള്ളത് എങ്കിൽ നീ തൊട്ടടുത്ത ദിവസം രാവിലെ ബാക്കിയുള്ളവനായി ഈ ഭൂമിയിൽ ഉണ്ടാകുമെന്ന് നീ ഒരിക്കലും ചിന്തിക്കരുത്. ഖുദ് മിൻ സിഹ്ഹതിക ലിമറദിക്. നിനക്ക് രോഗം വരുന്നതിന് മുമ്പ് നിൻ്റെ ആരോഗ്യത്തെ നീ നല്ലതിനു വേണ്ടി ചെലവഴിച്ചോ. വഫി ഹയാതിക ലിമൗതിക്. നിൻ്റെ മരണത്തിന് മുമ്പുള്ള നിൻ്റെ ജീവിതത്തെ നീ നല്ലതിനു വേണ്ടി ഉപയോഗപ്പെടുത്തിക്കോ എന്ന് ഈ ഹദീസ് കേട്ടതിന് ശേഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസ് കേട്ടതിന് ശേഷം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ജനാസയെ അനുഗമിക്കണം, മയ്യത്തിനെ അനുഗമിക്കണം. അനുഗമിക്കുമ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ വളരെ കരഞ്ഞ് പ്രയാസപ്പെട്ടിട്ടാണ് ആ ജനാസയെ ആ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മയ്യിത്തുൽ ഗദി യുശയ്യിഉ മയ്യിത്തൽ യൗം. നാളത്തെ മയ്യത്ത് ഇന്നത്തെ മയ്യത്തിനെ അനുഗമിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ്. അപ്പോൾ നമ്മളെ മനസ്സിലൊക്കെ എപ്പോഴും ആ ഒരു ചിന്ത, ഞാനും മരിക്കണ്ടവനാണ് എന്നുള്ള ചിന്ത, അത് എപ്പോഴും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാം എന്ന് നമ്മൾ മനസ്സിലാക്കണം. പണ്ഡിതന്മാരൊക്കെ ഉപദേശിക്കുമായിരുന്നു, ഇബ്കി അലാ നഫ്സിക്. ആദ്യം ഇപ്പോൾ ഒരു മയ്യത്തിന് ചരിത്രത്തിൽ പറഞ്ഞാൽ കാണാൻ സാധിക്കും, ഒരാളിങ്ങനെ മയ്യത്തിൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ കരയാണ്.
അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു എന്നാണ് പണ്ഡിതന്മാർ, ഈ ബിക്കി അലാ നഫ്സിക്, ആദ്യം നീ നിൻ്റെ വിഷയത്തിൽ കരഞ്ഞു, നിൻ്റെ വിഷയത്തിൽ നീ കരഞ്ഞു. ഖബ്ല അൻ യുബ്ക അലൈക്, ഇതുപോലെ നിന്നെക്കുറിച്ചും നിന്നെ വിചാരിച്ചുകൊണ്ടും നീ മരിച്ചു കിടക്കുമ്പോൾ നിന്നെ ഓർത്തുകൊണ്ട് കരയുന്ന ഒരു സന്ദർഭം, ആളുകൾ കരയുന്ന ഒരു സന്ദർഭം വരാനുണ്ട്. അതിനു മുമ്പ് നീ നിൻ്റെ വിഷയത്തിൽ നിൻ്റെ ബാധ്യതകൾ ഓർത്ത്, നീ ധിക്കരിച്ച ധിക്കാരങ്ങളെ ഓർത്ത് നീ കരഞ്ഞോ എന്ന് പണ്ഡിതന്മാർ ആളുകളെ ഉപദേശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഒരു അല്പസമയം മാത്രമാണ് ഇവിടെ ജീവിക്കുവാനുള്ള അവസരമായി അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിട്ടുള്ളത്. നമ്മൾ വന്നതിൻ്റെ ലക്ഷ്യം ഇവിടെ നല്ല വീടുണ്ടാക്കാനല്ല, നല്ലൊരു ജോലി സമ്പാദിക്കാനല്ല, നല്ല ഫ്ലാറ്റുകളും മറ്റുമൊക്കെ ഉണ്ടാക്കാനല്ല. നമ്മളിവിടെ വന്നത് അള്ളാഹനെ ആരാധിക്കാനാണ്, 5 വക്ത് നിസ്കരിക്കാനാണ്, അള്ളാഹ് പറയുന്ന കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ ചെയ്യാനാണ്. അതാവണം നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. എന്നാൽ മറ്റുള്ള ലക്ഷ്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു തടസ്സം ഇസ്ലാം നിശ്ചയിച്ചിക്കണോ? ഇല്ല. നിങ്ങൾക്ക് എന്തും സമ്പാദിക്കാം, ഹലാലായ രൂപത്തിൽ എത്രയും നിങ്ങൾക്ക് സമ്പാദിക്കാം, നിങ്ങൾ കൊടുക്കേണ്ട ബാധ്യതകൾ നിങ്ങൾ കൊടുത്തു വീട്ടണം എന്ന് ഇസ്ലാം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ശക്തമായ താക്കീത് നൽകുന്നുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, അൽ ജന്നത്തു അഖറബു ഇലാ അഹദികും മിൻ ശിറാകി നഅലിഹി, സ്വർഗം നിങ്ങളുടെ ചെരുപ്പിൻ്റെ വാറിനേക്കാൾ അടുത്തുണ്ട്. വന്നാറു മിസ്ലു ദാലിക്, നരകവും അതുപോലെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് മരണം വരാം. ഒരാൾ മൻ മാത ഫഖദ് ഖാമത് ഖിയാമത്തു, ആരാണോ മരിക്കുന്നത് ആ മരിച്ച 1-ാമത്തെ ദിവസം മുതൽ അവൻ്റെ ഖിയാമത്ത് നാൾ തുടങ്ങി. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരാൾ ഖബറിലാണ് എങ്കിൽ അയാൾ നല്ല രൂപത്തിൽ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു എങ്കിൽ, അൻസദഖ അബ്ദി, എൻ്റെ അടിമ ഇതാ എന്നെ സത്യപ്പെടുത്തിയിരിക്കുന്നു, ഫഫ്രിശൂഹു ലഹു മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്നൊരു വിരിപ്പ് എനിക്ക് വിരിച്ചു കൊടുക്കണം. വഫ്തഹു ലഹു ബാബൻ ഇലൽ ജന്ന, ഓൻ്റെ ഖബറിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഒരു ഡോറ് തുറന്നിട്ട് കൊടുക്കണം. വൽബസുഹു മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്നുള്ള ഒരു വസ്ത്രം അവനെ നിങ്ങൾ അണിയിക്കണം എന്ന് മലക്കുകൾ പറയുന്നതാണ്. അല്ലെങ്കിൽ ഒരു വിളിയാളം ഉണ്ടാകുമെന്നാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്. നോക്കി നിങ്ങൾ, അപ്പോൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ ഫയഅതി മിൻ റൗഹിഹാ വതീബിഹാ, സ്വർഗത്തിൻ്റെ സുഗന്ധങ്ങളൊക്കെ നമ്മളെ ഖബറിലേക്ക് നല്ലവരാണ് എങ്കിൽ വരുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അൽ ജന്നത്തു അഖറബു ഇലാ അഹദികും മിൻ ശിറാകി നഅലിഹി, നമ്മുടെയൊക്കെ ചെരുപ്പിൻ്റെ വാറിനേക്കാൾ സ്വർഗം നമ്മിലേക്ക് അടുത്തതാണ്. വന്നാറു മിസ്ലു ദാലിക്, നരകവും അതുപോലെ അടുത്തതാണ്. നമ്മൾ ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കും, 4 ചോദ്യങ്ങൾ ചോദിക്കും. ഉത്തരം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അൻകദബ അബ്ദി, എൻ്റെ അടിമ ഇതാ എന്നെ കളവാക്കിയിരിക്കുന്നു. അതുകൊണ്ട് വഫ്തഹു ലഹു ബാബൻ ഇലന്നാർ, ഓൻ്റെ ഖബറിൽ നിന്നൊരു ഡോറ് തുറന്നിട്ട് കൊടുക്കണം, നരകത്തേക്ക് തുറന്നിട്ട് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നരകത്തിൽ നിന്നുള്ളൊരു പുടവ അവനെ പുതപ്പിക്കണം, ഒരു വസ്ത്രം കൊടുക്കണം, അതിൽ നിന്നുള്ളൊരു വിരിപ്പ് അവനക്ക് വിരിച്ചു കൊടുക്കണം. അവൻ്റെ വാരിയെല്ലുകൾ തമ്മിൽ കൂടിപ്പിണരും, ഖബർ അവനെ ഇടുക്കും. ആ സന്ദർഭത്തിൽ ഓൻ പറയാം, റബ്ബിലാ തുഖിമിസ്സ, പടച്ചോനെ അന്ത്യനാൾ സംഭവിക്കണ്ട, ഇത് സഹിച്ചാലും ഈ കാണുന്ന നരകത്ത് പോയി കെടുക്കാൻ കഴിയൂല എന്നവൻ പറയുമെന്നാണ്. അപ്പോൾ നമ്മളെ മനസ്സിൽ എപ്പോഴും ഞാനിവിടെ സ്ഥിരതാമസക്കാരനല്ല എന്ന ബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അതൊരു മുഅ്മിൻ്റെ വിശ്വാസമാണ്, മുഅ്മിനിൻ്റെ മനോഭാവമാണ് ഓൻ മരിക്കാൻ തയ്യാറായിരിക്കുന്നുള്ളത്. എന്നാൽ മരിക്കാൻ ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂതന്മാരാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. വലതജിദന്നഹും അഹ്റസന്നാസി അലാ ഹയാത്തിൻ വമിനല്ലദീന അശ്റകു, പരലോകത്തിൽ വിശ്വസിക്കാത്ത മുശ്രിക്കുകളേക്കാൾ ജീവിതത്തിൽ, ദുനിയാവിക ജീവിതത്തിൽ ആഗ്രഹവും താല്പര്യവുമുള്ളത് ജൂതന്മാർക്കാണ്. യവദ്ദു അഹദുഹും ലൗ യുഅമ്മറു അൽഫ സനത്തിൻ വമാ ഹുവ ബിമുസഹ്സിഹിഹി മിനൽ അദാബി അൻ യുഅമ്മർ, 1000 വർഷം ഈ ദുനിയാവിൽ അവർക്ക് ജീവിക്കാനുള്ള അവസരം കൊടുത്തു കഴിഞ്ഞാലും ഒരു ജൂതന് നല്ല താല്പര്യക്കാരൻ, ഒരു 1000 വർഷം ഇവിടെ ഭൂമിയിൽ ജീവിക്കണം എന്നാണ് ഒരു ജൂതൻ്റെ മെൻറ്റാലിറ്റി ഉണ്ടാവുക. വിശ്വാസികൾ നിങ്ങൾ അങ്ങനെ ആകരുത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇവിടെ 1000 വർഷം ജീവിച്ചാലും അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് അതൊന്നും നമ്മെ രക്ഷപ്പെടുത്തുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ശക്തമായ താക്കീത് നൽകി. ഇതെന്തിനാണ് അറിയോ? ഇത്രമാത്രം താക്കീതുകൾ ശക്തമായ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല നൽകുന്നത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യൻ്റെ പൂതി അവസാനിക്കൂല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലു ഖൽബുൽ കബീരി ഷാബൻ, ഏതൊരു വയസ്സായ ആളുടെയും ഹൃദയം യുവാവായിരിക്കും. ഫിത്നത്തൈനി, രണ്ട് കാര്യങ്ങളിൽ. ഇപ്പോൾ നമ്മൾ വയസ്സായാലും നമ്മൾക്ക് പല കാര്യങ്ങളിലും എന്ത് ചെയ്യും, ഉന്മേഷം കുറയും. വയസ്സ് പറഞ്ഞാൽ എന്താ, ഉന്മേഷം കുറയലാണല്ലോ. എന്നാൽ ഒരു വയസ്സായ ആളുടെ ഹൃദയവും നല്ല ഉന്മേഷത്തിലായിരിക്കും രണ്ട് കാര്യങ്ങളെ തൊട്ട്. ഒന്ന് ഫീ ഹുബ്ബുദ്ദിൻ ദുനിയ, ദുനിയാവിനോടുള്ള ഇഷ്ടത്തിൻ്റെ വിഷയത്തിൽ പ്രായവ്യത്യാസങ്ങളൊന്നുമില്ല, മുതലൊക്കെ അടക്കുക, ഇങ്ങനൊക്കെ ആയിരിക്കും പ്രായമായ ആളുകളുടെ മനസ്സിലും ഉണ്ടാവുക. വത്തൂലുൽ അമൽ, മരിക്കാൻ കുറച്ച് വർഷങ്ങളെ ഉണ്ടാവുള്ളൂ, കുറച്ച് ദിവസങ്ങളെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഓനെന്ത് ചെയ്യും, ആ ദുനിയാവിൻ്റെ വിഷയത്തിൽ ഇങ്ങനെ ആഗ്രഹങ്ങൾ, ഓൻ്റെ ആഗ്രഹത്തിനൊരു കണക്കും കൈയുണ്ടാവില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടവനാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു മനുഷ്യന് 2 സ്വർണം കൊണ്ടുള്ള പർവ്വതം നൽകി എന്ന് വിചാരിക്കുക, 2 മലകൾ, ആ മല നിറയെ സ്വർണം. മനുഷ്യനെന്താ ചിന്തിക്കുക, മൂന്നാമത്തത് എവിടെയെന്ന് ചോദിക്കുക. അപ്പോൾ മനുഷ്യൻ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, മനുഷ്യൻ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടവനാണ്. നമ്മൾ കണ്ടറിഞ്ഞ് നിർബന്ധ ബുദ്ധിയ നമ്മളെ ദുനിയാവിനോടുള്ള താല്പര്യം നമ്മൾ കുറച്ച് ശീലിക്കണം. പരലോകത്തിലേക്ക് അപ്പോൾ നമുക്ക് പൈസ ഉണ്ടാക്കാം, എത്രയും പൈസ ഉണ്ടാക്കാം. പക്ഷേ ആ പൈസ ഉണ്ടാക്കുമ്പോഴും നമ്മൾ മനസ്സിലാവേണ്ടത് എന്താ, ഞാൻ പൈസ ഉണ്ടാക്കിയിട്ട് എന്തിനാണ്, ദീനിനെ സഹായിക്കാൻ, ദീനി സ്ഥാപനങ്ങളെ സഹായിക്കാൻ, ദീനി സംരംഭങ്ങളെ സഹായിക്കുവാൻ. ഇങ്ങനെയുള്ള നല്ല നിയ്യത്താണ് എങ്കിൽ നമ്മൾ പൈസ ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് പ്രതിഫലമാണ്. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി നമുക്ക് 208 ആയത്താണ് നമുക്ക് ഇന്ന് എടുക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വമാ അഹ്ലക്നാ മിൻ ഖറിയത്തിൻ ഇല്ലാ ലഹാ മുൻദിറൂൻ. മാ എന്ന് പറഞ്ഞാൽ എന്താ, ഇല്ല. അഹ്ലക, എന്താ അഹ്ലക, ആകെ ഹലാക്കായി അറിയില്ല നമ്മൾ, നാശം. അഹ്ലക്ക പറഞ്ഞു കഴിഞ്ഞാൽ, ഹലക്ക പറഞ്ഞു കഴിഞ്ഞാൽ നശിക്കുക എന്നാണ്. ഇപ്പോൾ ഒരാൾ മരിക്കുന്നതിനും ഹലക്ക എന്ന് പറയും. ഒരാൾ മരിച്ചു എന്നതിന് ഹലക്കർ റജുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചങ്ങായി മരിച്ചു എന്നാണ്. ഹലക്ക എന്നത് മരണത്തിന് ഉപയോഗിക്കും. പക്ഷെ അഹ്ലക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, നശിപ്പിക്കുക എന്നാണ്, ഇല്ലാതാക്കുക. പറയാണ് വമാ അഹ്ലക്ന, എന്താ അഹ്ലക്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഹ്ലക്ന എന്ന് പറഞ്ഞാൽ എന്താ, നാം നശിപ്പിക്കുക. അപ്പോൾ വമാ അഹ്ലക്ന, നാം നശിപ്പിച്ചിട്ടില്ല, മിൻ ഖറിയത്തിൻ, എന്താ ഖറിയത്ത്, പട്ടണം, നാട്, രാജ്യം എന്നൊക്കെ അർത്ഥം വെക്കാം. മിൻ ഖറിയത്തിൻ, ഖറിയത്ത് നക്കിറ മഅരിഫ, അറബി ക്ലാസ്സിന് വരുന്നവര് അവിടെ ഖറിയത്തിൻ എന്ന് പറഞ്ഞു. അത് നക്കിറാണോ മഅരിഫയാണോ? നക്കീറും മഅരിഫയും തമ്മിലുള്ള അർത്ഥ വ്യത്യാസം എന്താണ്? യെസ്, മഅരിഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയപ്പെട്ടൊരു സാധനമാണ്. നക്കിറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയപ്പെടാത്തൊരു സാധനം. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്, മിൻ ഖറിയത്തിന്, ഇവിടെ നക്കിറയായിക്കൊണ്ടാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തെയും അള്ളാഹു നശിപ്പിച്ചിട്ടില്ല, ഇല്ലാ ലഹാ മുൻദിറൂൻ, ആ നാട്ടിലേക്കൊക്കെ ഒരു പ്രവാചകനെ നിയോഗിച്ചിട്ടല്ലാതെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു അടിസ്ഥാനം പഠിപ്പിക്കാൻ. ഏതൊക്കെ നാടുകൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് നാടുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചിട്ടുണ്ട്. ഓലൊക്കെ തിന്മ ചെയ്തവരായിരുന്നു. ഓല് തിന്മ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നേരെ അവരെ നശിപ്പിക്കുക ചെയ്ത് അല്ല, അവരിൽ ഒരു സമുദായത്തിൽ തിന്മകൾ കണ്ടു തുടങ്ങിയ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമുദായത്തിലേക്ക് ഒരു പ്രവാചകനെ നിയോഗിക്കും. എന്നിട്ട് പ്രവാചകൻ ഒരുപാട് വർഷങ്ങൾ ആ സമുദായത്തെ ഉപദേശിച്ചു കൊണ്ടേയിരിക്കും. ഒരുപാട് പേര് ഇസ്ലാം സ്വീകരിക്കും, പല ആളുകളും പിന്തിരിഞ്ഞു കളയും. ഇനിയും അവരുടെ പിന്നെ അവർ ഇസ്ലാമിലേക്ക് കടന്നു വരികയില്ല എന്ന് ഉത്തമ ബോധ്യം ഉണ്ടാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നടപടിക്രമം. അപ്പോൾ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറയുന്നത്, വമാ അഹ്ലക്നാ മിൻ ഖറിയത്തിൻ, നാം ഒരു നാടിനെയും നശിപ്പിച്ചിട്ടില്ല, ഇല്ലാ ലഹാ മുൻദിറുൻ, ആ നാട്ടിലേക്ക് ഒരു പ്രവാചകനെ അയച്ചിട്ടല്ലാതെ. വലികുല്ലി ഖൗമിൻ ഹാദ്,
എല്ലാ നാട്ടിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ഇത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കാര്യമാണ്. എന്തിനാ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാ? എന്തിനു വേണ്ടിയിട്ടാ? താക്കീതുകാരൻ. എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹുലേക്ക് ക്ഷണിക്കാനാണ്. പക്ഷെ അത് മുഖേന ആളുകൾക്കുള്ള ന്യായം അതോടുകൂടി അവസാനിക്കുകയാണ്. പിന്നെ ഓൽക്കൊരു ഉഴുതറ് ബോധ്യപ്പെടുത്തല്ല. കാരണം എന്താ? ഓലിത് കേട്ടതാണ്. ഓല് പ്രവാചകന്മാരിൽ നിന്ന് ദൃഷ്ടാന്തങ്ങൾ കണ്ട് മനസ്സിലാക്കിയവരാണ്. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷവും സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷവും സത്യം വേണ്ടെന്ന് വെച്ചവരായിരിക്കും അവർ. അങ്ങനെ നശിപ്പിക്കപ്പെട്ടവർ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകൾക്ക് ന്യായത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ടാണ് പ്രവാചകന്മാരെ നിയോഗിക്കുന്നത്. റുസുലൻ മുബശ്ശിരീന വമുൻദിരീൻ, സന്തോഷ വാർത്ത അറിയിക്കുന്ന, താക്കീത് നൽകുന്ന പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ലിഅല്ലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജ, ആളുകൾക്ക് അള്ളാഹുവിൻ്റെ മേൽ എന്ത് ചെയ്യരുത്? ഒരു ന്യായം പറയാൻ ഒന്നും ഉണ്ടാകരുത് എന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞു, ഞാനിവിടെ വിശദീകരിച്ചതാണ്. ഒരു പ്രവാചകൻ്റെ, ഒരു ഇസ്ലാം എത്താത്ത നാട്ടിൽ ഒരാൾ ജീവിക്കുന്നു വിചാരിക്കുക. അയാളെ സംബന്ധിച്ചിടത്തോളം എന്തേക്കാരം അയാളുടെ വിധി? ഇസ്ലാമിനെ കുറിച്ചിട്ട് ഒന്നും അറിയില്ല, ഒരു ABCD അറിയില്ല. ഏതോ ഒരു ഭ്രാന്ത പ്രദേശത്ത് ജീവിക്കുന്ന, ഇന്നത്തെ കാലഘട്ടത്തിലാണ് എങ്കിൽ ഒന്നും അറിയാതെ ജീവിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈസാ നബിക്കും ഇടയിൽ 600 വർഷത്തെ കാലതാമസമുണ്ട്. ആ വർഷത്തിനിടയ്ക്ക് ജീവിച്ച ആളുകൾക്ക് പലർക്കും ഇസ്ലാമിനെ കുറിച്ച് അറിയാൻ അവസരം കിട്ടിയിട്ടില്ല. അവരുടെ വിധി എന്തായിരിക്കും? പിന്നെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് അവിടെ വെച്ചൊരു പ്രവാചകനെ നിയോഗിക്കുന്നതാണ്. എന്താ പ്രവാചകൻ പറയും? ആ കാണുന്ന തീയത അതിലേക്ക് നിങ്ങൾ ചാടണം, ഞാൻ പ്രവാചകരാണ്, നിങ്ങൾ അനുസരിക്കണം. അപ്പോൾ പറയും, ഞങ്ങൾ ഈ തീയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അള്ളാഹിനോട് പറഞ്ഞത്. എന്നിട്ട് തീക്ക് കൊണ്ടുപോയിട്ടാണ് ഞങ്ങളെന്ന് പറഞ്ഞിട്ട് പല ആളുകളും അതിലേക്ക് ചെന്ന് ചാടൂല. ആരൊക്കെ അതിലേക്ക് ചെന്ന് ചാടിയോ അവർക്ക് സ്വർഗമുണ്ട്, ആരെല്ലാം അതിൽ നിന്ന് വിസമ്മതിച്ചുവോ അവർക്ക് നരകമുണ്ട് എന്ന് സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആളുകൾക്ക് ന്യായം പറയാൻ ഒരു വകുപ്പും പാടില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കുകളെ കുറിച്ച് പറയുന്നുണ്ട്. വഖാലു ലൗലാ യഅതീനാ ബിആയത്തിൻ മിർ റബ്ബിഹിം അവലം തഅതിഹിം ബയ്യിനതു മാ ഫി സുഹുഫിൽ ഊല. മുശ്രിക്കുകൾ പ്രവാചകന്മാരോട് പറയാണ്, എന്ത്? ഞങ്ങളിലേക്ക് വല്ല ദൃഷ്ടാന്തവും വന്നിരുന്നുവെങ്കിൽ. ഓല ദൃഷ്ടാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നടക്കാത്ത പൂതികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൊഫാ കുന്ന് സ്വർണ്ണാവണം, അതൊന്ന് സ്വർണ്ണാക്കി കാണിച്ചു തരണം, ഇതൊക്കെയാണ് അവരുടെ പൂതി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പൂതികൾ അവർ പറയും. അതുപോലെ തന്നെ ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പിളർത്തി കാണിച്ചു കൊടുത്തു. ഇങ്ങനെയൊക്കെയുള്ള ആയത്തുകൾ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടും അവർ ആ ആയത്തുകളിൽ ഒന്നും വിശ്വസിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മുൻ വേദഗ്രന്ഥങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള പരാമർശമുണ്ടല്ലോ, അത് മാത്രം മതിയല്ലോ അവർക്ക് ദൃഷ്ടാന്തമായിട്ട് വിശ്വസിക്കുവാൻ എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വലൗ അന്നാ അഹ്ലക്നാഹും ബിഅദാബിൻ മിൻ ഖബ്ലിഹി, ഒരു പ്രവാചകനെ നിയോഗിക്കുന്നതിന് മുമ്പ് നാം എങ്ങാനും ഒരു സമുദായത്തെ നശിപ്പിച്ചിരുന്നുവെങ്കിൽ ലഖാലു, അവർ പറയും, റബ്ബനാ ലൗലാ അർസൽത ഇലൈനാ റസൂല, ഞങ്ങളിലേക്കൊരു പ്രവാചകനെ നീ അയച്ചിരുന്നുവെങ്കിൽ ഫനത്തബിഅ ആയാതിക മിൻ ഖബ്ലി അൻ നദില്ല വനഖ്സ, ഞങ്ങൾ ആ പ്രവാചകനെ പിൻപറ്റുമായിരുന്നുവല്ലോ എന്ന് മുശ്രിക്കുകൾ പറയുമെന്ന് അള്ളാഹ്ക്കറിയാം. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? എല്ലാ സമുദായത്തിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വമാ അഹ്ലക്നാ മിൻ ഖറിയത്തിൻ, ഒരു നാടിനെയും ഒരു രാജ്യത്തെയും നാം നശിപ്പിച്ചിട്ടില്ല, ഇല്ലാ ലഹാ മുൻദിറൂൻ, ആ നാട്ടിലേക്കൊക്കെ ഒരു താക്കീതുകാരനെ നിയോഗിച്ചിട്ടല്ലാതെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അതിന് ശേഷം പറയാണ്, ദിക്റാ, ഇതൊക്കെ ഒരു ഉത്ബോധനമാണ്, നിങ്ങൾ മനസ്സിലാക്കണം. ദിക്റ എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊക്കെ ഒരു ഉത്ബോധനമാണ്. ഉത്ബോധനമായിക്കൊണ്ടാണ് മക്കക്കാരിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചത്.
അവർക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തത്, ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ, അവരാവശ്യപ്പെട്ട ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നടത്തി കാണിച്ചു കൊടുത്തത് ദിക്റ, അവർക്ക് വ്യക്തമായ ഉത്ബോധനമാണ്. വമാ കുന്നാ ളാലിമീൻ. എന്താ മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല. കുന്ന, കാന, കാന പറഞ്ഞാൽ എന്താ? ആയിരുന്നു അല്ലേ? കുന്ന എന്താ? നാം ആയിരുന്നിട്ടില്ല. ളാലിമീൻ, നാം അക്രമം ചെയ്യുന്നവനായിട്ടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും. വെറുതെ നാം ആളുകളെ നശിപ്പിച്ചിട്ടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ആരാണ് ആ രണ്ടായത്തൊന്നും എന്നും ഓതാത്തൊരു ഓതി. റഷീദ് കാ, നിങ്ങളൊന്ന് ഓതി. ഓക്കെ, അടുത്ത ആയത്ത്. ഓക്കെ, എന്താ ദിക്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഉത്ബോധനമായിക്കൊണ്ട്. വമാ കുന്നാ ളാലിമീൻ, നാം ഒരിക്കലും അക്രമം കാണിക്കുന്നവനല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം. ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ കുറിച്ച് തന്നെ വിശദീകരിക്കണം. പണ്ട് കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഇങ്ങനെ ആളുകൾക്ക് പാരായണം ചെയ്തു കൊടുക്കുമ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ വന്ന് പറഞ്ഞു കൊടുക്കുന്നത് ശൈത്താന്മാരാണ് എന്ന് അവർ മക്കയിൽ പ്രചരിപ്പിച്ചിരുന്നു. അപ്പോൾ അതിന് മറുപടിയായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മൂന്ന് കാരണങ്ങളെ പറഞ്ഞു കൊടുക്കുകയാണ്. ശൈത്താൻ ഒരിക്കലും ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിച്ചു കൊടുക്കുകയില്ല എന്ന് 3 തെളിവുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിക്കുകയാണ്. എന്താണ് ഒന്നാമത്തെ തെളിവ്? ഒന്ന്, ആ ഖുർആൻ ഒരിക്കലും ശൈത്താനുകൾക്ക് യോജിച്ചതല്ല. അപ്പോൾ ശൈത്താന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പലപ്പോഴും തിന്മകളുടെ പര്യായമാണ് അല്ലേ? ഒരു ശൈത്താനിൽ നിന്ന് നന്മ ഉണ്ടാവോ? ഇല്ല. ശൈത്താനുകളിൽ നിന്ന് തിന്മകൾ മാത്രമാണ് സംഭവിക്കുക. ശൈത്താൻ ഒരു ഹൃദയത്തിന് വെളിച്ചം നൽകുന്ന എന്തെങ്കിലും കാര്യം പഠിപ്പിക്കോ? ഒരിക്കലുമില്ല. അപ്പോൾ ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താ? അതിൽ ഹുദയാണ്, സന്മാർഗമാണ്, വെളിച്ചമാണ്. അതുകൊണ്ട് തന്നെ ഖുർആനും ശൈത്താനും തമ്മിൽ എന്ത് ചെയ്യൂല? ഒരുമിച്ച് പോകൂല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ കാരണമായിട്ട് പറയണം. രണ്ടാമത്തെ കാരണം, ഖുർആൻ ഷെയ്ത്താനിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ ശേഷമാണല്ലോ ഷെയ്ത്താൻ എന്ത് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെന്ന് ഇറക്കി കൊടുക്കാൻ. ഷെയ്ത്താനിലേക്ക് ഖുർആൻ ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിനെ താങ്ങുവാനുള്ള കെൽപ്പ് അവർക്കില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ഷെയ്ത്താനുകളിൽ നിന്നുള്ള രക്ഷയായിട്ട് എന്താ പഠിപ്പിച്ചെന്നത്? ഖുർആൻ ഓതലാണ്, ആയത്തുൽ കുർസി ഓതുക, ഷെയ്ത്താനിൽ നിന്നുള്ള രക്ഷയാണെന്ന്. ഇപ്പോൾ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ, ചരിത്രമാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ റമളാനിൽ ശേഖരിച്ച സക്കാത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളിൽ നിന്ന് സക്കാത്ത് ശേഖരിച്ചു. ശേഷം ആ സക്കാത്ത് എടുത്തു വെക്കുവാൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചു. അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൻ്റെ വീട്ടിലാണ് അത് ശേഖരിച്ചു വെച്ചപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പരീക്ഷിക്കുവാൻ ഷെയ്ത്താൻ വന്നു. ഷെയ്ത്താൻ ഒരു മനുഷ്യൻ്റെ കോലത്തിലാണ് വന്നത്. അങ്ങനെ ഒന്നാമത്തെ ദിവസം വന്നിട്ട് ആ ഷെയ്ത്താൻ ഫഅതാനി ആതിൻ, അബൂ ഹുറൈറ പറയാണ്, രാത്രിയായപ്പോൾ ഒരാളുണ്ട് ഇങ്ങനെ വരുന്നേ, ഫജഅല യഹ്തു മിനത്ത് തആമി, ആ കൂട്ടിയിട്ട സക്കാത്തിൽ നിന്ന് ഒരുപാട് തമ്രുകളാണ് എന്ന് വേറൊരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ഈത്തപ്പഴം ഷെയ്ത്താൻ വാരിയെടുക്കുന്നത്, ഷെയ്ത്താനാണെന്ന് അബൂ ഹുറൈറ അറിയില്ല, ഒരു മനുഷ്യനിങ്ങനെ വാരിയെടുക്കുന്നത് കണ്ടു. അപ്പോൾ ഫഅഖത്തുഹു, ഞാൻ അവനെ കൈകൊണ്ട് പിടിച്ചു, കള്ളനാണല്ലോ, പിടിച്ചിട്ട് പറഞ്ഞു, വല്ലാഹി ലാ അർഫഅന്നക ഇലാ റസൂലില്ലാ, അള്ളാഹുവിനെ സത്യം, എൻ്റെ വിഷയം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു പറഞ്ഞു. അപ്പോൾ പിടിച്ചപ്പോൾ ആ മനുഷ്യൻ, ഷെയ്ത്താനാണ്, ആ മനുഷ്യൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു,
ഇന്നി മുഹ്താജുൻ, ഞാൻ അത്യാവശ്യക്കാരനായോണ്ടാണ് ഇങ്ങനൊരു പണി ചെയ്യാൻ മുതിർന്നത്. അലയ്യ അയ്യാലുൻ, എനിക്കൊരുപാട് പട്ടിണികളായ എൻ്റെ വീട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും തിന്നാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കടുങ്കയ്യ് ചെയ്തത് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞു. വലി ഹാജത്തുൻ ഷദീദ, അത്രയും അത്യാവശ്യമായതുകൊണ്ടാണ് ഞാനിതിന് മുതിർന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ വാക്കൊക്കെ കേട്ടപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സെന്ത് ചെയ്തു? ലോലായി. ഫഖല്ലൈതു അൻഹു, ഞാൻ അവനെ വിട്ടു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അയാളെ വിട്ടു. ഫഅസ്ബഹ്തു, നേരം പുലർന്നപ്പോൾ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ അബാ ഹുറൈറ, അല്ലയോ അബൂ ഹുറൈറ, മാ ഫഅല അസീറുക്കൽ ബാരിഹ, ഇന്നലെ രാത്രി ഇജ് പിടിച്ച കള്ളൻ്റെ അവസ്ഥ എന്താ ചോദിച്ചു. എന്താ ആ കള്ളനെ കൊണ്ട് കാട്ടിയത് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഷകാ ഹാജത്തൻ ഷദീദത്തൻ വഇയാലൻ, എന്നോട് കുറേ പായ്യാരം പറഞ്ഞു. ഞങ്ങൾ മലപ്പുറത്തേര് പറയല് പായ്യാരം പറയാനാണ്. ഒരുപാട് പ്രയാസങ്ങൾ എന്നോട് പറഞ്ഞു. ഫറഹിംതുഹു, ഓൻ്റെ ആ പറച്ചിലൊക്കെ കേട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഓനെ ഒഴിവാക്കി വിട്ടു. ഫഹല്ലൈതു സബീലഹു, ഞാൻ ഓനെ ഒഴിവാക്കി വിട്ടു, ഓൻ്റെ പാട്ടിന് വിട്ടു. ഇഞ്ഞോ വരൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ ഇന്നഹു ഖദ് കദബക, ഓൻ പറഞ്ഞത് എന്നോട് പച്ച നുണയാണ്. ഫഅറഫ്തു അന്നഹു വസയഊദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓൻ ഇന്ന് വരില്ല എന്നല്ലേ പറഞ്ഞത്, ഇനി വരില്ല എന്ന് ഓൻ പറഞ്ഞു. ഓൻ ഇന്ന് രാത്രി വരും എന്ന് പറഞ്ഞു. ഫഅറഫ്തു അന്നഹു സയഊദ്, അബൂ ഹുറൈറ പറയാണ്, എനിക്ക് മനസ്സിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്ന് എന്തായാലും ഓൻ രണ്ടാമത് വരും. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായാലും ഓൻ വരും. ഫറസത്തുഹു, ഞാനിങ്ങനെ കാത്തിരുന്നു രാത്രി ഓൻക്ക് വേണ്ടിയിട്ട്. ഫജാഅ യഹ്തു മിന ത്വആം, അപ്പോൾ ഉണ്ട് രാത്രി വന്നിട്ട് ഓൻ പിന്നെയും തലേ ദിവസം ചെയ്ത പണി തന്നെ ചെയ്യും. അപ്പോൾ കൈയിട്ട് പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന് എന്തായാലും എന്നെ റസൂലിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, അല്ല ഇനി ഞാൻ വരില്ല, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ്, പെരയിലാകെ പട്ടിണിയാണ്, അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സ് പിന്നെയും ചെയ്തു, വിട്ടു, ആളെ വിട്ടു. ആളെ വിട്ടപ്പോൾ പിറ്റേ ദിവസം രാവിലെ പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ ചോദ്യം ചോദിച്ചു, മാ ഫഅല അസീറുക്ക്, എന്താണ് എൻ്റെ ഇജ്ജ് പിടിച്ച ആളെന്താ കാട്ടിയെന്ന് ചോദിച്ചു. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഓനെ പിടിച്ചു, പക്ഷെ ഓന് പിന്നെയും പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അവരെ വിട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി വരില്ല എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓൻ ഇന്നും വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഫറസത്തുഹു ത്സാലിസ, മൂന്നാമത്തെ ദിവസം ഞാൻ എന്ത് ചെയ്തു? ഓനെ കാത്തുന്നു. അപ്പോൾ ഉണ്ട് മൂന്നാമത്തെ ദിവസവും അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ശരിക്കൊരു പിടുത്തം പിടിച്ചു. പിടുത്തം പിടിച്ചപ്പോൾ ഓൻ പറഞ്ഞു, ഇനി ഞാൻ ഒരിക്കലും വരില്ല, ഇനി ഞാൻ ഒരിക്കലും വരില്ല. ദഅനി, എന്നെ ഒന്നും കൂടി ഒന്ന് വിടണം. ഉഅല്ലിമുക കലിമാത്ത്, എന്നെ വിട്ട് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് എന്ത് ചെയ്യാം? ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം. യൻഫഉക അല്ലാഹു ബിഹാ, അത് നീ ചെയ്താൽ എനിക്കൊരുപാട് ഉപകാരങ്ങൾ അള്ളാഹു നിനക്ക് നിൻ്റെ ജീവിതത്തിൽ നൽകും. അപ്പോൾ ഖുർആൻ പറയാണ്, ഖുൽതു മാഹു, ഞാൻ ചോദിച്ചു എന്താണെന്ന് ആ നല്ല വാക്കുകൾ എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അതിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ആ വന്ന ആൾ പറഞ്ഞു, ഇദാ അവൈത ഇലാ ഫിറാഷിക, നീ നിൻ്റെ കിടപ്പറയിൽ എത്തിക്കഴിഞ്ഞാൽ ഫഖറ ആയത്തുൽ കുർസി, നീ ആയത്തുൽ കുർസി ഓതണം. എന്നിട്ട് പറഞ്ഞു, ഹത്താ തഖ്തിമൽ ആയ, ആ ആയത്ത് പരിപൂർണമായി ഓതുക. അങ്ങനെ ഓതിയാൽ ഫഇന്നക ലൻ യസാല അലൈക മിനല്ലാഹി ഹാഫിളുൻ, അങ്ങനെ ചോദിയാൽ നീ ഉറങ്ങിയാൽ ഉറങ്ങുന്ന സന്ദർഭത്തിലൊക്കെ അള്ളാഹുവിൽ നിന്നുള്ളൊരു കാവൽ നിനക്കുണ്ടാകും. ശേഷം പറഞ്ഞു, വലാ യഖ്റബന്നക ശൈത്താനുൻ ഹത്താ തുസ്ബിഹ്, നേരം പുലരുന്നത് വരെ എൻ്റെ അടുത്തേക്ക് ഒരു ശൈത്താനും വരില്ല എന്ന് പറഞ്ഞു. ഒരു കാര്യമാണ് പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഫഖല്ലൈതു സബീല, ഒരു കാര്യം നല്ല കാര്യം പഠിപ്പിച്ചില്ലേ, ആളെ വിട്ടു. പിറ്റേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ ഓൻ കാട്ടി ചോദിച്ചു. അപ്പോൾ എന്നോട് ഇന്നൊരു മെച്ചുണ്ട്, ഓൻ എന്തോ ഒരു കാര്യം പഠിപ്പിച്ചതാണ്, ആയത്തുൽ കുർസിയൊക്കെ എടുക്കുമ്പോൾ ഓതാൻ പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞു. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അമാ ഇന്നഹു ഖദ് സദഖക, ഓൻ പറഞ്ഞ കാര്യം സത്യം. എന്താ? ഓൻക്കറിയാം ഓൻ ശൈത്താനാണ്.
ആയത്തുൽ കുർസി ഓതിയാൽ ശൈത്താന്മാർക്ക് വരാൻ പറ്റൂല, അത് കെടുക്കുന്ന സന്ദർഭത്തിൽ ഓതിയാൽ അള്ളാഹുവിൽ നിന്നുള്ള സംരക്ഷണം ഉണ്ടാകുമെന്ന് അവൻ പറഞ്ഞ കാര്യം സത്യമാണ്. വഹുവ കെദൂബൻ, സംഗതി ഒന്ന് ഉണ പറയുന്ന ആളാണ്, പക്ഷെ അപ്പറഞ്ഞത് സത്യമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ദാക ശൈത്താൻ, എൻ്റെ അടുത്തേക്ക് ഈ 3 ദിവസം വന്ന ആളാരെയെന്ന് അറിയോ? അത് ശൈത്താനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ റുദ്വാനെ പഠിപ്പിച്ചു. അപ്പം ഞാനിതെന്താ പറഞ്ഞത്? ഖുർആനിക വചനങ്ങൾ അത് കേട്ടാൽ പിടിച്ചു നിൽക്കുവാനും അത് ഒരു ഷെയ്ത്താനിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്താൽ അത് പിന്നെ സ്വീകരിക്കുവാനുമുള്ള കെൽപ്പ് ആർക്കില്ല? ഷെയ്ത്താന്മാർക്കില്ല. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാരണമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇപ്പോൾ ഷെയ്ത്താൻ്റെ വസ്വാസുകളെ നമ്മൾ പേടിക്കണം. ഷെയ്ത്താൻ്റെ വസ്വാസുകളെ നമ്മൾ പേടിക്കണം. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു സഹാബി വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു സഹാബി വരുന്നുണ്ട്. മൂപ്പര് പറഞ്ഞത്, ഞാൻ നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഷെയ്ത്താൻ അങ്ങനെ വരും. ഷെയ്ത്താൻ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താണ് ചൊല്ലിപ്പറയുന്നത് എന്ന ബോധം പോലും എനിക്കുണ്ടാവില്ല. ഒരു സ്വഹാബിയാണ് പറയുന്നത്. ബോധം പോലും ഉണ്ടാവില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിൻ്റെ നമസ്കാരത്തിൽ അങ്ങനെയുള്ള രൂപത്തിൽ ഷെയ്ത്താൻ വരികയാണെന്നുണ്ടെങ്കിൽ നീ ആ ഷെയ്ത്താനിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കണം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് നീ പറയണം. ശേഷം നീ നിൻ്റെ ഇടതുഭാഗത്തേക്ക് 3 തവണ ചെറിയ തുപ്പലോടുകൂടി നീ തുപ്പണം. ഇടതുഭാഗത്തേക്ക് തിരിഞ്ഞ് നീ തുപ്പണം. ഒറ്റക്ക് സ്കരിക്കുമ്പോൾ പ്രശ്നമില്ല, ഇടത്തെ ഭാഗത്ത് ആളില്ലെങ്കിലും പ്രശ്നമില്ല. ഇടത്തെ ഭാഗത്ത് ആളുണ്ടെന്നുണ്ടെങ്കിലോ നമ്മൾ തുപ്പി ഓടിക്കാൻ പാടുണ്ടാ? ഇല്ല. നമ്മൾ മെല്ലെ ജസ്റ്റ് തല തിരിച്ചിട്ട് എന്ത് ചെയ്യുക? പതുക്കെ അങ്ങനെ തുപ്പുക. ആ സ്വഹാബി പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തു, എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നോക്കി നിങ്ങൾ, സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും നമ്മൾ പഠിച്ചവരാണ്, ഇവിടെ വെച്ച് പഠിച്ചവരാണ്. സൂറത്തുൽ ഫലക്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഷെറുകളിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് മിൻ ശർരി നഫ്ഫാഥാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. 4 കാര്യങ്ങളിൽ നിന്ന് രക്ഷ തേടാൻ, അള്ളാഹുവിനെ തൊട്ട് രക്ഷ തേടുവാൻ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൻ നാസിലോ, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വന്നാസ്. ഒരു സൂറത്തിൽ ഒരു കാര്യത്തെ തൊട്ട് മാത്രമേ അഭയം തേടാൻ അള്ളാഹു പഠിപ്പിക്കുന്നുള്ളൂ. അതെന്തെന്നാ? ഷെയ്ത്താൻ്റെ വസ്വാസിൽ നിന്നാണ്. ഷെയ്ത്താൻ്റെ വസ്വാസിൽ നിന്ന്. പണ്ഡിതന്മാർ പറഞ്ഞു ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഓൻ്റെ ജീവിതത്തിലേക്ക് വസ്വാസ് വരുള്ളൂ. എല്ലാവരും ശ്രദ്ധിക്കണം. വസ്വാസ് ഞാൻ നേരെ ഇങ്ങോട്ട് കടന്നു തരല്ലേ ചെയ്യുക. ആദ്യം ഏതെങ്കിലും ഒരു കാഫിർ വസ്വാസായിക്കൊണ്ട് ഇങ്ങനെ പ്രയാസപ്പെടുന്ന കണ്ടുക്കണം. ഇബാദത്തിൻ്റെ വിഷയത്തിലൊക്കെ ഇല്ല. ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളവും അശ്രദ്ധമായിക്കൊണ്ട് ആരാധനകൾ നിർവഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളവും അവരുടെ ആരാധനാ കർമ്മങ്ങളിലേക്കോ അവരുടെ ജീവിതത്തിലേക്കോ വസ്വാസ് ഒരു പക്ഷേ കടന്നു വരില്ല. വസ്വാസ് കടന്നു വരും മുഅ്മിൻ്റെ ജീവിതത്തിലാണ്. അതിൽ പണ്ഡിതന്മാർ പറഞ്ഞു, ആദ്യം നമ്മളെ ശൈത്താൻ പിടിക്കുക എന്തിലാ അറിയോ? ആദ്യം നമ്മളെ പിടിക്കുക, നമ്മൾ മലമൂത്ര വിസർജനം നടത്തിയാൽ നമ്മൾ ശുദ്ധീകരിക്കുമല്ലോ, അതിൻ്റെ വിഷയത്തിലാണ് ആദ്യം ശൈത്താൻ പിടിക്കുക. ഞാൻ കഴുകിയോ, ഞൊക്കെ കഴിഞ്ഞ് ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങിയ പിന്നെയും മൂത്രം വന്നോ എന്നുള്ള ചിന്ത ശൈത്താൻ അങ്ങനെ കൊണ്ടുവരും. ഓനിങ്ങനെ എത്ര ചിലരുണ്ട് ബാത്റൂമിൽ കയറിയ അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ എടുക്കും ഒരു മൂത്രയിക്കാൻ കയറിയാൽ. ശൈത്താൻ്റെ വസ്വാസാണ്. ഫസ്റ്റ് ഘട്ടം അതാണ്. അവനങ്ങനെ പിടിക്കുക. രണ്ടാമത്തെ ഘട്ടം, ഇതിൽ നിന്ന് പിടുത്തം വിട്ട് കഴിഞ്ഞാൽ പണ്ഡിതന്മാർ പറയാണ്, പിന്നെ ഓൻ്റെ നിസ്കാരത്തിലേക്ക് ശൈത്താൻ പ്രവേശിക്കും. അവനെ കയ്യെട്ടി ഇങ്ങനെ നിസ്കരിക്കാൻ നിൽക്കും, പക്ഷേ ഓനെ എത്ര റക്അത്ത് നിസ്കരിച്ചു എന്ന് അവനക്കറിയില്ല. ഓൻ വീണ്ടും ചിലരൊക്കെ ഉണ്ട് ഇങ്ങനെ കൈ കെട്ടിയാൽ ഇങ്ങനെ താത്തി പിന്നെ ഇങ്ങനെ കൈ ഇങ്ങനെ പൊക്കി പിന്നെ ഇങ്ങനെ താത്തി, ഓൽക്ക് ആ തക്ബീറത്തുൽ ഇഹ്റാം ഒന്നും ഇങ്ങോട്ട് ശരിയായി കിട്ടൂല. എത്രയോ ആളുകളുണ്ട്, വസ്വാസാണ്. എത്രയോ ആളുകളുണ്ട് നിസ്കാരം ഒന്നും ഇങ്ങോട്ട്. ഇപ്പോൾ ചില മദ്ഹബുകളിലൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ കൈ ഇങ്ങനെ ഉയർത്തി ആ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നതിൻ്റെ ഇടയിൽ ഇങ്ങോട്ട് എന്ത് ചെയ്യണം, മനസ്സിലേക്ക് ആ നീയത്ത് ഇങ്ങോട്ട് കൊണ്ടണം. ഞാൻ അസ്ർ നിസ്കാരമാണ്, 4 റക്അത്താണ്, ഇതൊക്കെ പാടെ ഈ ഒരു ഗ്യാപ്പിലിട്ട് വരണം. അപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും, അതൊരു വസ്വാസാണ്. ആ വസ്വാസ് ഇങ്ങനെ നിന്ന് എത്ര ഇങ്ങനെ കൈ പൊക്കി താത്തി ഇങ്ങനെ കുറേ ഇങ്ങനെ നേരം അങ്ങനെ നിൽക്കണതാണ്. നിസ്കരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ
കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ നിസ്കരിച്ചോ എന്നുള്ള ചിന്ത അവൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ശൈത്താൻ അങ്ങനെ കൊണ്ടുവരും. രണ്ടാമത്തെ ഘട്ടതാണ്. മൂന്നാമത്തത് പണ്ഡിതന്മാർ പറയാണ്, ഓനെ സംബന്ധിച്ചിടത്തോളം ആളുകളായിട്ടുള്ള ഇടപാടിൽ, ആളുകളുടെ വിഷയത്തിൽ ശൈത്താൻ ഇങ്ങനെ വസ്വാസം ഉണ്ടാക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, രണ്ടാൾക്കാർ ഇങ്ങനെ വർത്താനം പറയിക്കാരം, എന്നെ കുറിച്ചിട്ടാണ് പറയുന്നത്, എന്നെ കുറിച്ചിട്ട് എന്തോ കുറ്റം പറയാം. അപ്പോൾ ആളുകളുടെ വിഷയത്തിൽ ഇവരിലേക്ക് എന്ത് ചെയ്യും, വസ്വാസം ഇങ്ങനെ ഉണ്ടാക്കും. പ്രത്യേകിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു, ദാമ്പത്യ മേഖലയിൽ ശൈത്താൻ എന്ത് ചെയ്യും, കടന്നു വന്ന് ഭാര്യയ്ക്കും ഭർത്താവിനിടയിൽ വസ്വാസം ഉണ്ടാക്കും. അതാണ് മൂന്നാമത്തെ ടൈപ്പ്. നാലാമത്തെ ടൈപ്പ് പണ്ഡിതന്മാർ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അവൻ്റെ വിശ്വാസത്തിലും അവസാനം കയറി കളിക്കും, അതിനും വസ്വാസം ഉണ്ടാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില സ്വഹാബിമാർ വന്നിട്ട് പറഞ്ഞു, റസൂലെ, ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഞങ്ങളുടെ മനസ്സിലേക്ക് ശൈത്താൻ ഇങ്ങനെ വസ്വാസം ഉണ്ടാക്കി തരികയാണ്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് പറയാൻ തന്നെ വെറുപ്പില്ലേന്ന് വെച്ചു. അള്ളാഹിൻ്റെ വിഷയത്തിലാണെന്ന് വെച്ചു. അതേന്ന് പറഞ്ഞു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതൊരു മുഅ്മിൻ്റെ അടയാളാണെന്ന് പറഞ്ഞു. അതൊരു മുഅ്മിൻ്റെ അടയാളമാണ്. കാരണം എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശൈത്താൻ നിങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, എന്നിട്ട് അവസാനം വസ്വാസം ഉണ്ടാക്കി നിങ്ങളോട് ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, മൻ ഖലഖല്ലാഹ്, ആരാണ് അള്ളാഹിനെ സൃഷ്ടിച്ചത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഈമാൻ്റെ വിഷയത്തിലും ശൈത്താൻ വസ്വാസം ഉണ്ടാക്കി നമ്മളെ ഈമാനിനെ കളയും എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ 4 മേഖലയെ നമ്മൾ സൂക്ഷിക്കണം. ആദ്യം തന്നെ ഈമാനിലല്ല വസ്വാസം ഉണ്ടാക്കുക. ആദ്യം അവൻ ചെറുതിൽ നിന്ന് തുടങ്ങി പിന്നീട് നമ്മളെ ഈമാനിനെ തന്നെ നശിപ്പിക്കുന്ന രൂപത്തിൽ അവൻ വസ്വാസം ഉണ്ടാക്കും എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ നോക്കി നിങ്ങൾ 210 ആയത്ത്, വമാ തനസ്സലത് ബിഹി ശയാത്തീൻ. വമാ തനസ്സല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങുക എന്നാണ് അർത്ഥം. വമാ തനസ്സലത്, ഇറങ്ങിയിട്ടില്ല, ബിഹി, ഖുർആൻ കൊണ്ട്, അശ്ശയാത്തീൻ, ശൈത്താന്മാർ എന്ത് ചെയ്തിട്ടില്ല, ഖുർആൻ കൊണ്ട് ഇറങ്ങിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ എത്തിച്ചു കൊടുത്തത് ശൈത്താന്മാരല്ല, നേരെ മറിച്ച് സത്യസന്ധനായ വിശ്വസ്തനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആനിനെ എത്തിച്ചു കൊടുത്തിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. വമാ തനസ്സലത് ബിഹി ശയാത്തീൻ, ഖുർആനിനെ കൊണ്ട് ശൈത്താന്മാരെ ഇറങ്ങിയിട്ടില്ല. അതിനുശേഷം അള്ളാഹു പറയാണ്, വമാ യംബഗീ ലഹും, ഖുർആൻ അവരിൽ നിന്ന് വരിക എന്നുള്ളത് യോജിച്ച കാര്യമല്ല. ഓലൊരിക്കലും ഖുർആൻ കൊണ്ട് വരൂല. കാരണം എന്താ, ഓല സ്വഭാവത്തിനൊത്ത കാര്യങ്ങളല്ല ഖുർആനിലുള്ളത്. വമാ യസ്തതിഊൻ, അവർക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആൻ കേട്ട ഓടുന്നവരാണ്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഒരു വീട്ടിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്താൽ ആ വീട്ടിലേക്ക് പിന്നെ ശൈത്താൻ അടുക്കൂല, 3 ദിവസത്തേക്ക് പിന്നെ ശൈത്താൻ അടുക്കൂല എന്നൊക്കെ സ്വഹീഹായ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഖുർആൻ കേട്ടാൽ ഓടുന്ന ആളുകളിലേക്ക് ഖുർആൻ എങ്ങനെ ഇറങ്ങുമോ? ഒരിക്കലും ഇറങ്ങൂല. ശേഷം പറയാണ്, ഇന്നഹും അനിസ്സംഇ ലമഅസൂലൂൻ, ഇന്നഹും, തീർച്ചയായും അവർ, അനിസ്സംഇ, കേൾക്കുന്നതിനെ തൊട്ട്, ലമഅസൂലൂൻ, അകറ്റി നിർത്തപ്പെട്ട ആളുകളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനാകുന്നതിന് മുമ്പ് എന്ത് ചെയ്യുന്നു, ശൈത്താന്മാരെന്ത് ചെയ്യും, ആകാശത്തേക്ക് ഇങ്ങനെ അട്ടിയായി ഇങ്ങനെ കയറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹദീസ് ഉദ്ധരിക്കുന്ന റാവി പറയാണ്, കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നിൻ്റെ മുകളിൽ ഒന്ന്, പിന്നെ ഒന്നിൻ്റെ മുകളിൽ ഒന്ന്, പിന്നെ ഒന്നിൻ്റെ മുകളിൽ ഒന്ന്, ഇങ്ങനെ ശൈത്താന്മാരെന്ത് ചെയ്യും, അട്ടിയായി ഒരാളുടെ മേളിൽ ഇങ്ങനെ കയറി ആകാശത്തേക്കെത്തും. എന്നിട്ടോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വഹി ഇറക്കിയ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യം കേൾക്കും. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് മലക്കുകൾക്ക് പറഞ്ഞു കൊടുക്കും. ഈ പറഞ്ഞു കൊടുക്കുന്ന കട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് പോലെ അട്ടിയായി ഇങ്ങനെ കയറിപ്പോണ്. സ്വഹീഹായ ഹദീസിലുള്ളതാണ്. എന്നിട്ടോ ഇവരിങ്ങനെ കട്ട് കേൾക്കും, മലക്കുകൾ പറയണത്. അപ്പോൾ കുറച്ചേ കേൾക്കുള്ളൂ. ഒന്ന് കേട്ടാൽ അതിലേക്ക് 99 മിക്സ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ വന്നിട്ട് ജ്യോത്സ്യന്മാർക്കും മാരണക്കാർക്കും അത് പറഞ്ഞു കൊടുക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ആ ജ്യോത്സ്യൻ എന്തേക്കാരം, ജ്യോത്സ്യന് പറയുന്ന 100 കാര്യങ്ങളിൽ 99 ഇല്ലാത്ത കാര്യങ്ങളേക്കാരം, നടക്കാത്ത കാര്യങ്ങളേക്കാരം. പക്ഷേ ആ പറഞ്ഞ സത്യമായ, കട്ടുകേട്ട സത്യമായ കാര്യം ഉണ്ടല്ലോ, അതിൻ്റെ പേരിൽ ആളുകൾ അയാളെ സത്യപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അയാൾ അന്ന് അത് പറഞ്ഞിരിക്കണ്,
അത് ശരിയെന്നല്ലോ എന്ന് പറഞ്ഞ് ആളുകൾ അവരിൽ വിശ്വസിക്കുന്ന സാഹചര്യമുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹീഹായ ഹദീസുകളിലൂടെ കാണാൻ സാധിക്കും. അപ്പോൾ നോക്കി നിങ്ങൾ, അപ്പോൾ ഇങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിതനാകുന്നതിന് മുമ്പ്. ഇന്നാ കുന്നാ നഖഉദു മിൻഹാ മഖാഇദ ലിസ്സം. ശൈത്താന്മാർ പറയാണ്, ഞങ്ങൾക്ക് ആകാശത്തിൽ പ്രത്യേകമായ ഇരിപ്പിടങ്ങൾ ഉണ്ടായിരുന്നു, പ്രത്യേകമായ ഇരിപ്പിടങ്ങൾ. ആ ഇരിപ്പിടത്തിൽ ശൈത്താന്മാർ പോയിരിക്കും, എന്നിട്ടോ കട്ടിങ്ങനെ കേൾക്കും, ഒരു തടസ്സമില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനാകുന്നതിൻ്റെ തൊട്ട് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു തആല ആകാശത്തെ 2 കാര്യങ്ങൾ കൊണ്ട് സംരക്ഷിച്ചു. ഒന്നാമത്തത് ഒരുപാട് കാവൽക്കാരെ വെച്ചു, മലക്കുകളെ വെച്ചു. രണ്ടാമത്തത് തീജ്വാലകളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ആകാശത്തെ സംരക്ഷിച്ചു. പിന്നെ ശൈത്താന്മാരിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനാകുന്ന ആ സമയത്ത് അവരിങ്ങനെ കേൾക്കാൻ വരുമ്പോൾ ഇല്ലാ മൻ ഇസ്തറഖ അസ്സംഅ ഫഅത്ബഅഹു ശിഹാബും മുബീൻ. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിതനാകുന്ന ആ ഒരു കാലഘട്ടത്തിൽ, ആ ഒരു സമയത്ത് ഇവർ കട്ട് കേൾക്കാൻ ഉദ്ദേശിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു തആല നല്ല തീജ്വാലകളെ കൊണ്ട് ശൈത്താന്മാരെ എറിഞ്ഞാട്ടുമായിരുന്നു എന്നാണ് അമാനി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. അതാണ് ഉൽക്കകൾ എന്നൊക്കെ പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടു. ഉൽക്ക ഉണ്ടല്ലോ, ഉൽക്ക, ആ ഉൽക്ക അല്ലാഹു സുബ്ഹാനഹു തആല ശൈത്താന്മാരെ എറിഞ്ഞാട്ടുന്ന കാര്യമാണ് എന്നൊക്കെ പറഞ്ഞു വെക്കുന്നത് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല എന്തായാലും ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറുഹു ഇന്നഹുൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.